കണ്ണുകളടഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഇപ്പോൾ പല സ്ഥലത്തും അതീവ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റും മഴയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹൃദയവിശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തോട് നല്ല എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകും. പരിശുദ്ധാത്മാവിനെ ചോദിക്കാനായിട്ടാണ് അവിടെ നമ്മളോട് പറയുന്നത്. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 12-ാമത്തെ വാക്യത്തില് അവസാന നാളുകളിൽ എല്ലാ ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ വർദ്ധിക്കും. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടെ നിന്ന് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ദൈവമേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ശക്തി പ്രാപിക്കും. ലോകത്തിന്റെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുമെന്ന് അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലൂടെ നമ്മൾ ചെയ്യുന്നു. നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ അഹങ്കാരികളെ ദൈവം ചെതറിക്കുമെന്നാണ് പറയുന്നത്. വിനീതരെ അവിടെ നിന്ന് ഉയർത്തും. യാതൊരു യോഗ്യതയോ കഴിവോ ഒന്നുമില്ല. ദൈവത്തിന്റെ ഔദാര്യത്തിലാണ് സർവ്വവും നടക്കുന്നത്. ശ്വാസം എടുക്കുന്നതും വിശ്വസിക്കുന്നതും എല്ലാം ദൈവത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. എല്ലാം എന്റെ കഴിവാണ്, എന്റെ ശക്തിയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ശക്തനായ ഒരുവനുണ്ട്. ലൂക്കാ 8:17 പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. മനുഷ്യനെന്തും മറയാക്കി വെക്കുന്നു, അതെല്ലാം ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം യഥാസമയം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത്. കാരണം എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് അവിടുന്നാണ്. വൻ തകർച്ചയിലേക്ക് അനുവദിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് നിയമാവർത്തനം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണത് പറയുന്നത്. എന്നാൽ 15 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നീ പറയുന്നത് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാല് ഈ പറയുന്ന എല്ലാ ശാപങ്ങളും ദൈവശാപവും നിന്റെ മേൽ വന്ന് വീഴും. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പൂപ്പല്, പനി, ഭ്രാന്ത് ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ദൈവത്തെ ഭയമില്ലാതെ വരുമ്പോൾ നീ മറ്റ് കാണുന്നതിനെല്ലാം ഭയപ്പെടാനായിട്ട് തയ്യാറാകും. ഭൂമിയിലുള്ളതിനെ ഭയപ്പെടുമ്പോൾ അത് ഭ്രാന്തും മാനസിക വിഭ്രാന്തിയൊക്കെ ആയിട്ട് മാറും. ദൈവം കൂടെ ഇല്ലാത്തവൻ ഈ നാശത്തിലേക്ക് ചെന്നെത്തേണ്ടി വരും. ദൈവത്തെ കൊടുക്കാതെ ലോകത്തെ മനുഷ്യന് കൊടുത്താൽ, മക്കൾക്ക് കൊടുത്താൽ അവര് കണ്ണും മുന്നിൽ തന്നെ നശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തിരുവചനം തന്നെ എഴുതി വെച്ചിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. ദൈവമേ, എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ് ലഭിക്കുക.